അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ബാബു കസുറത്ത് തുറുക്കിൽ ഖൈരി, നന്മയുടെ വഴികൾ അധികരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിയാദ് സ്വാലിഹീൻ എന്ന കിതാബിൽ വലിയ ഒരു അധ്യായം തന്നെയുണ്ട്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നോക്കിക്കാണുന്നു. ജനങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ലോകമാന്യവും ശിർക്കുമായി മാറുന്നു. അത് സ്വാഭാവികമായുള്ള ഒരു പ്രതിഭാസമാണ്, സത്യവുമാണ്. എന്നാൽ ചില ആളുകൾ എല്ലാ കാര്യങ്ങളെയും ഷിർക്ക് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തി പഴി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാലുടനെ അവർ ഇറങ്ങിപ്പോകും. കുറേ ആളുകൾ അവിടെ ഇരുന്ന് ദുആ ചെയ്യും. ഈ ദുആ ചെയ്യുന്നവരെയും ദിക്റ് ചെയ്യുന്നവരെയും കുറിച്ച് അനാചാരമാണ്, അന്ധവിശ്വാസമാണ്, അത് ശരിയല്ല, ഷിർക്കാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവർക്ക് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, ഞാൻ യൂട്യൂബിൽ അങ്ങനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ വാട്സാപ്പിൽ കണ്ടിരുന്നു എന്ന തെളിവാണ്, അല്ലെങ്കിൽ ഇന്ന മൗലവി ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ ന്യായം. മറുവശത്തിനും ഒരു ന്യായമുണ്ട്. അതായത് അങ്ങനെ പറയുന്ന മൗലവിമാർക്കും ന്യായമുണ്ട്. നമുക്കറിയാം, സ്വലാത്ത്, അതുപോലെ ദിക്റുകൾ പോലെയുള്ളതെല്ലാം തന്നെ ചിലർ ഇന്ന് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും കച്ചവടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടത് പണമാണ്, പിരിവാണ്. എൻ്റെ ഒരു ഉസ്താദ് പറയുമായിരുന്നു, ഉസ്താദിൻ്റെ അടുക്കലേ ഒരാൾ വന്നുകൊണ്ട്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ്, വലിയൊരു ഹെഡ്മാസ്റ്റർ. അയാളും ഉസ്താദുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ മക്കാമുകളിൽ കൂടുതലായി ആളുകൾ പോകുന്നതിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഉസ്താദിനോട് ഇദ്ദേഹം അഭിപ്രായം ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഖബർ സിയാറത്ത് എന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്.
യാതൊരു തർക്കവും ഇല്ല. രണ്ട് രൂപത്തിൽ നമുക്ക് ഖബർ സിയാറത്ത് ചെയ്യാം. എങ്ങനെ സിയാറത്ത് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ബാപ്പയുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഖബറുകൾ നമുക്ക് സിയാറത്ത് ചെയ്യാം. അങ്ങനെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിൽ വല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. മഹാന്മാരുടെ ഖബറുകളിൻ്റെ അടുത്ത് എന്നുകൊണ്ട് അവരെ ഇടയാക്കി പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഇവിടെയുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് അനുഗ്രഹം ചെയ്യണേ, ഞാൻ പാപിയാണ്, അതുകൊണ്ട് ഇവരൊക്കെ ഉന്നത ദർജയിലെത്തിയ ഈ മഹത്തുക്കളെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ഗുണം ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് തബറുക്കിന് വേണ്ടിയിട്ടുള്ള സിയാറത്താണ്. അതേസമയം സാധാരണ രീതിയിൽ അല്ല, നമുക്ക് പരിചയമുള്ളവരോ ഇല്ലാത്തവരോ ആയ ഏത് പള്ളിയുടെ ഖബറിൻ്റെ അടുത്ത് നിന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്, നമ്മൾ ഖബറിൻ്റെ ഈ ഖബർസ്ഥാനിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? സലാമുൻ അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വൈന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ. സത്യവിശ്വാസികളുടെ ഭവനമായ ഖബറുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഞാനും നിങ്ങളുടെ കൂടെ ചേരാൻ പോകുന്നവനാണ് എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നാളെ നമ്മളും ഖബറിലേക്ക് പോയി കിടക്കാനുള്ളതാണ്. അള്ളാഹുവേ, ഇന്ന് ഇവരാണ് കിടക്കുന്നതെങ്കിൽ നാളെ ഞാനും കിടക്കേണ്ടതാണല്ലോ എന്ന ചിന്തയോട് കൂടി ഇതിൽ ഖബർസ്ഥാനിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വർദ്ധിക്കാൻ അത് കാരണമാകും. അത് ഉസ്താദ് എന്നിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ റിട്ടയർഡായ മാഷ് പറഞ്ഞത് ഇങ്ങനെ ഈ മക്കാമിനെക്കുറിച്ചും ഇവിടുത്തെ പിരിവുകളെക്കുറിച്ചും നേർച്ചേനെക്കുറിച്ചൊക്കെയാണല്ലോ മറ്റുള്ളവർക്ക് പരാതി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ഇപ്പോൾ ഇത് സർക്കാർ വിചാരിച്ചുകൊണ്ടോ ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ടോ ഒന്നും ഇത് നിർത്താൻ പറ്റൂല. മക്കാമ് നിർത്തണം അല്ലെങ്കിൽ അടച്ചു പൂട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ സാമുദായിക കലാപവും പ്രശ്നവും വർഗീയതയൊക്കെ ഉണ്ടാവും. പക്ഷേ മക്കാമിൽ നേർച്ചപ്പെട്ടി വെക്കാൻ പറ്റൂല എന്നൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാനും പറ്റൂല. അതിൻ്റെ പേരിലുള്ള കച്ചവടവും നിൽക്കും. ആൾക്കാർ പോയിട്ട് സിയാറത്ത് ചെയ്ത് മടങ്ങി പോവുകയും ചെയ്യുമെന്ന് ഉസ്താദ് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും ഉദാഹരണത്തിന് സ്വലാത്തിന് നമ്മളെന്തിനും ഓൺലൈനിലേക്ക് പോകണം? അള്ളാഹുവിൻ്റെ റസൂലും നമ്മളും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം എന്നിങ്ങനെ മദ്രസ കാലത്ത് തന്നെ നാം പഠിച്ചറിഞ്ഞ 100 കൂട്ടം സ്വലാത്തുകളുണ്ട്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഒറ്റയ്ക്ക് ആസ്വദിച്ച് അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള മാനസിക ബന്ധം ദൃഢപ്പെടണമെന്ന്, അള്ളാഹു റസൂലിന് ഗുണം ചെയ്യണമെന്ന് ഉള്ള നിയ്യത്തോടു കൂടി യഥാർത്ഥ മനസ്സോടെ ചെയ്യുക. അല്ലാതെ അള്ളാഹുവിനെ ശകാരിക്കുന്നത് പോലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അള്ളാഹുവിനെ വരെ ശാസിക്കുന്ന രീതിയിലുള്ള ഈ ഗ്രൂപ്പ് സ്വലാത്തുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മുടെ പള്ളികളിൽ വെച്ച് പണ്ടുകാലം മുതലേ നിലനിന്ന് പോരുന്ന സ്വലാത്തുകളും അതുപോലെ തന്നെ തഹ്ലീൽ ദിക്റുകളും ഒക്കെ ഉണ്ട്. അത് ഒരു ആചാരം എന്നതിലുപരി എല്ലാവരും കൂട്ടമായി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടിയാണ് മഹത്തുക്കളായ ആളുകൾ അത്തരം സ്വലാത്തും ദിക്റുകളുമെല്ലാം നിലനിർത്തി തന്നത്. അതിന് പറ്റുന്ന പുരുഷന്മാർ പോവുക, അതിൽ പങ്കെടുക്കുക, അതെല്ലാം ഉത്തമമാണ്. പക്ഷേ എന്ന് കരുതി ഈ ഗ്രൗണ്ടുകളിലും അതുപോലെ തന്നെ സ്വലാത്ത് എന്ന പേരിലൊക്കെ നടക്കുന്നത് ഇന്ന് ഭൂരിഭാഗവും പല രൂപത്തിലുള്ള ബിസിനസ് മൈൻഡോട് കൂടിയുള്ള ഒരു കച്ചവട മനസ്ഥിതിയോടുകൂടിയുള്ള സംഭവമാകുമ്പോഴാണ് ഇത് കൂടുതലായി വിമർശിക്കപ്പെടുന്നത്. നമ്മുടെ ഈ പള്ളിയിൽ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നേരവും
ജമാഅത്തിന് പള്ളിയിലെത്തുക എന്നത് ഇസ്ലാമിൻ്റെ രീതിയാണ്, ആചാരമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ. അതേ സമയത്ത് ഈ ദിക്റിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ദിക്റിന് വേണ്ടി, അതുപോലെ തന്നെ ഈ സ്വലാത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ കിതാബുകളിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരാൽ അത് വിമർശനത്തിന് വിധേയമാകുന്നത് എന്നതാണ് പരമാർത്ഥം. നമുക്ക് ദുആ ചെയ്യാം, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഇമാമിനോട് ആമീൻ പറഞ്ഞ് ദുആ ചെയ്യുക, ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ദുആ ചെയ്യുക. ഏത് ദുആക്കും ദിക്റിനും സലാത്തിനും കുഴപ്പമില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.